ഹായ് ഓൾ. അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കണെന്ന് വെച്ചാൽ X500. അതിൻ്റെ ബെൽറ്റ് നോയ്സ് ഇട്ട് വന്നേക്കണ്ട. ബെൽറ്റ് നോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് ഡോർ അഴിച്ച് നോക്കിയപ്പോൾ കാണുന്ന അവസ്ഥ ഇതാണ്. ഇതിൻ്റെ ഡാമ്പർ മൊത്തം അടന്നു പോയത്. ഇതിൻ്റെ ഗ്രൂ ഉള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട് പോകുന്നു. ഇതിൻ്റെ ഇടക്ക് ഇതാണ്. ഇതേപോലെ ഇതിൻ്റെ ഇടക്ക് റബ്ബറിൻ്റെ പോർഷൻ വന്നിട്ടുണ്ട്. ആ പോർഷൻ അങ്ങോട്ട് പോയി. ഇത് ഇങ്ങനെ ഊരിപ്പോയ കംപ്ലൈൻറ്റ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ AC-യും പിന്നെ പവർ സ്റ്റിയറിങ്, ഓൾട്ടർനേറ്റർ, അങ്ങനെ വാട്ടർ പമ്പ് ഇതിലോട്ടൊക്കെ കറക്റ്റ് ഡ്രൈവ് കിട്ടൂല. വണ്ടിക്കപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ആ ചെറിയ സൗണ്ട് കൊണ്ട് ശ്രദ്ധിക്കാണ്ട് വലിയ സൗണ്ട് ആയി കഴിയുമ്പോൾ വന്നിട്ടാണ് നമ്മൾ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആയി തന്നെ ശ്രദ്ധിക്കണം, ഏറ്റവും നല്ലതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ കണ്ട പോളിഷായി പോയി, റബ്ബറൊക്കെ പോയിട്ട്. അപ്പോൾ നമുക്ക് ഈ ക്രാങ്ക് പുള്ളി അങ്ങനെ അയക്കണേ നോക്കാം. അപ്പോൾ 24 ബോൾട്ടാണ് വരുന്നത്. അപ്പോൾ ടീറാഡ് വെച്ചിട്ട് 24 ബോക്സ് ഇട്ടിട്ട് ഇതുപോലെ ഫ്രെയിമിൽ ലോഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രാങ്ക് ചെയ്താൽ മതി. നല്ല ടൈറ്റാക്കി ബോൾട്ട്. അപ്പോൾ ഇങ്ങനെ അയക്കണേക്ക് ഏറ്റവും ഉചിതം. ഒറ്റ ക്രാങ്കിൽ തന്നെ നമുക്ക് ഊരെടുക്കാൻ പറ്റും സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഊരെടുത്തിട്ടുണ്ട്. ഇത് ഊരെടുത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പുള്ളി. ഇതിൻ്റെ ക്രാങ്ക് സീലെല്ലാം ഡാമേജ് ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ നോക്കി കഴിയുമ്പോൾ ക്രാങ്ക് സീലിന് ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്രാങ്ക് സീലിന് മാറ്റാനായി ഏറ്റവും നല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെൽറ്റും മാറാനുണ്ട്, ഡ്രൈവ് ബെൽറ്റ്. ഇതിൻ്റെ സൈഡൊക്കെ കട്ടായി പോയി, ചരിഞ്ഞിടുന്ന കറങ്ങി ഇതിൻ്റെ ബെൽറ്റിൻ്റെ സൈഡ് കട്ടായി പോയി. ഇത് ടെൻഷനറിൻ്റെ പുള്ളിയാണത്. ടെൻഷനറിൽ തന്നെ പ്ലാസ്റ്റിക് പുള്ളി. ഈ പുള്ളി നമുക്ക് മാറണം. അപ്പോൾ നമ്മൾ ഒറിജിനൽ മേടിച്ചിട്ടുണ്ട്, മഹീന്ദ്രയുടെ ഒറിജിനൽ പാർട്സ്. എൻ്റെ ക്രാങ്ക് പുള്ളിയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളി. ക്രാങ്ക് പുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് 3000 രൂപ വില, 3000 ഉണ്ട്. അപ്പോൾ ഇതാണ് ഒറിജിനൽ. ഇപ്പോൾ രണ്ടാമത് മേടിക്കണ പുള്ളി ഇതുപോലെ ഇരിക്കണത്. അപ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പുള്ളി മേടിച്ചിട്ടുണ്ട്. ഇത് ഡ്രൈവ് ബെൽറ്റിൻ്റെ നമ്പർ ഇതാണ്, നോട്ട് ചെയ്തോ. അപ്പോൾ നമുക്ക് ഇനി അത് കയറ്റി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ കയറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.